സ്തോത്രം. വേഗം യേശു ക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. ദൈവം തമ്പുരാന് നമ്മൾ രാത്രി കിടന്നുറങ്ങി രാവിലെ എണീക്കണം എന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതിന് കർത്താവിൻ്റെ കൃപകളാൽ കർത്താവ് വെച്ച് നമ്മളെ നിറച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ അപ്പൻ്റെ കരങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അപ്പൻ നമ്മളെ മാർവോട് ചേർത്ത് അണയ്ക്കുന്നയാളാണ്, കൃപ തോന്നുന്നയാളാണ്, കരുണ തോന്നുന്നയാളാണ്. ഞാൻ 2 വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്. 1-ാം സങ്കീർത്തനം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും. എങ്ങനെ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും, പിന്നെയോ പാപികളുടെ വഴിയിൽ നിൽക്കാതെയും. നിൽക്കുമോ? ഇല്ല, നിൽക്കരുത്. പാപികളുടെ വഴിയിൽ നിൽക്കാതെയും, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. ഇരിക്കണമെന്ന് തോന്നിയാലും ഇരിക്കാൻ പാടില്ല എന്നാ. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. പിന്നെയോ ഈ 3 പേരുടെ കാര്യം കഴിഞ്ഞിട്ട് പിന്നെ എന്നാ പറയുന്നത്? പിന്നെ പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവനെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. കണ്ടോ? അപ്പോൾ ആദ്യത്തെ പറഞ്ഞെങ്ങനെയാ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും, പാപികളുടെ വഴിയിൽ നിൽക്കാതെയും, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. പിന്നെ ഇന്നാണ് അവൻ നട്ടിരിക്കുന്ന തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതും വൃക്ഷം പോലെ. കണ്ടോ? ഒരു വൃക്ഷം നമ്മളങ്ങോട്ട് വെച്ച് പിടിപ്പിച്ചിട്ട് അത് നല്ലതായിട്ട് വളർന്ന് അതിൽ ഫലം കായ്ച്ച് കാണുമ്പോൾ നമുക്കതൊരു സന്തോഷമായിരിക്കും. അതുകൊണ്ടാണ് അവൻ നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. എങ്ങനെയുള്ളത്? യഹോവയിൽ ആശ്രയിച്ചിരിക്കുന്നത്. ഉണ്ടോ? അതാണ് ദൈവത്തെ മുൻനിർത്തി നമ്മൾ മുമ്പോട്ട് പോവുക. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവാശ്രയമുള്ളവരെ നമ്മൾ മുമ്പോട്ട് പോയിക്കേ. അപ്പോൾ എന്താണ് ഏനാണെന്നുള്ളത് നമുക്ക് ദൈവം തമ്പുരാൻ കാണിച്ചു തരും. നേരായ പാതകളെ കാണിച്ചു തരാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. നമ്മൾക്ക് കർത്താവിൻ്റെ രാജ്യത്തിൽ പോകണ്ടേ? അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനം നിങ്ങൾ വായിക്കണം. അത് വായിച്ച് ബലപ്പെടണം. നിങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം. ദുഷ്ടന്മാരുടെ കാര്യവും നീതിമാന്മാരുടെ കാര്യവും 2 രീതിയിലുള്ളവരുടെ കാര്യം പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. യഹോവയിൽ ആശ്രയിക്കുന്നു കുലുങ്ങുകയില്ല. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് നിന്നോളുണ്ടാകും, പരിഹാസികളുണ്ടാകും, അന്ധാരശക്തി ഉണ്ടാകും, അവർ കുലുങ്ങാതെ. എന്തുകൊണ്ടാണ് കുലുങ്ങാതിരിക്കുന്നത്? ദൈവം അവരുടെ കൂടെയുള്ളതുകൊണ്ട്. നാശകരമായ കുഴിയിൽ നിന്നും ഉടഞ്ഞ ചേറ്റിൽ നിന്നും വിടുവിക്കാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. അപ്പം നീതിമാന്മാർ ഫലം കായ്ക്കുന്നവരായിരിക്കണം, നിത്യതയ്ക്ക് അവകാശികളായി തീരണം. ദൈവത്തിൽ ആശ്രയിച്ച് ഓരോരുത്തരും യാത്ര ചെയ്യുക. ആ യാത്രയിൽ എപ്പോഴും കർത്താവ് നമ്മളെ കരത്തെ പിടിച്ചിട്ടുണ്ട്. ആ കരവും നമ്മളും മുറുകെ പിടിച്ച് യാത്ര ചെയ്യുക. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൂടി കടന്നു പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ കൂടെ കടന്നു പോകുമ്പോഴേക്കും ആരുടെ തുണ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും? കർത്താവിൻ്റെ തുണ ഉണ്ടായിരിക്കും. നമ്മളെന്ത് കാര്യം ചെയ്യണം? അത് നമ്മൾ മുട്ടുകുത്തി നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് അത് ചെയ്യുക. കർത്താവിനോട് ആലോചന ചോദിച്ചിട്ട് അത് ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. കുഞ്ഞുങ്ങളൊക്കെയും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവത്തിന് 1-ാം സ്ഥാനം നൽകിക്കൊടുത്ത് ജീവിക്കുകയും ചെയ്താൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ ദൈവം ഇവിടെ ഇരുന്ന് നിങ്ങളെ വഴി നടത്തും. കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ദൈവം തരും. പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വേണോ ഒന്നുണ്ട് ദൈവം മനസ്സിലാക്കി നിങ്ങൾക്ക് തരുന്നതായിരിക്കണം. അപ്പോൾ ആത്മീയതയും ഭൗതികതയും കുഞ്ഞുങ്ങൾ മുന്നേറി ജീവിക്കണം. നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾ കഴിവ് മുമ്പോട്ട് ഇറങ്ങുമ്പോൾ കർത്താവിനെക്കുറിച്ച് നിങ്ങൾ പറയണം. അതാണ് ദൈവവചനം വായിക്കണം, വചനം പറയുന്നത് കേൾക്കണം, വിശ്വസിക്കണം. ആര് വിശ്വസിക്കണം? ദൈവത്തിൽ വിശ്വസിക്കണം. വിശ്വാസത്തോടെ വിശ്വസ്തയോടുകൂടെ നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് യാത്ര ചെയ്യുക. ദൈവത്തിൻ്റെ കൃപകളാൽ
ദൈവം തമ്പുരാൻ നമ്മളെ നിറയ്ക്കും. ഈ വിശ്വാസതയൊക്കെ എങ്ങനെ ലഭിക്കും? അത് ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴേ നമുക്ക് ലഭിക്കത്തുള്ളൂ. തെറ്റും കുറ്റവും കുറവുകളും ഇല്ലാത്തൊരാരുമില്ല. ഞാൻ പെർഫെക്റ്റാണ്, എനിക്കൊരു കുറവില്ലെന്ന് ആർക്കും പറയാൻ സാധിക്കത്തില്ല. പക്ഷെ ഞാൻ ഈ 1-ാം സങ്കീർത്തനം പറഞ്ഞ ഇത് ബൈബിളിലുള്ള കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.